2026 ജൂൺ മാസത്തെ ജ്യോതിഷഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. മകരക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണം നക്ഷത്രവും അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗവും ചേർന്നതാണ് മകരക്കൂർ എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളെല്ലാം അവർക്ക് മാറിക്കിട്ടുന്നു. അവർക്ക് വിദ്യാഭ്യാസം തുടർന്നു പോകുന്നതിന് യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ ആകുന്നു. വിദ്യാഭ്യാസ ലോൺ കിട്ടുന്നതിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനോ ഉള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങളെല്ലാം ഒത്തുതീർപ്പാകുന്നു. ധനനഷ്ടം ഒഴിവാക്കുവാനായിട്ട് സാധിക്കുന്നു. മോഷ്ടാക്കളുടെ ശല്യം ഒഴിവാക്കുവാൻ സാധിക്കുന്നു. മൃഗങ്ങളെ വ്യാപാരം നടത്തുന്നവർക്ക് നല്ല രീതിയിൽ അത് വൻപിച്ച ധനലാഭം ഉണ്ടാകും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. പല രീതിയിലുള്ള വഴികളിൽ കൂടിയും ധനം വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ആലോചനാശേഷിയും കൃത്യമായ തീരുമാനം എടുക്കുന്നതിനുള്ള ഒരു കഴിവും ഉണ്ടാകുന്നു. അതുവഴി പല നേട്ടങ്ങളും നേടാൻ സാധിക്കുന്നു. അതുപോലെ നടക്കുമെന്ന കാര്യത്തിൽ ഇറങ്ങിത്തിരിക്കാനും കാര്യങ്ങൾ നടത്തി ഗുണത്തിലെത്തിക്കാനും സാധിക്കും. നടക്കില്ല എന്നുള്ള കാര്യങ്ങൾ തീരുമാനിച്ച് തന്നെ അത് ഉറപ്പിക്കാൻ സാധിക്കുന്നു. കാര്യങ്ങളെല്ലാം തടസ്സം നീക്കി നേടിയെടുക്കുവാൻ സാധിക്കുന്നു. പല രീതിയിലും സൗഭാഗ്യങ്ങൾ ഉണ്ടാകാം. സ്ഥാനമാനങ്ങൾക്ക് ഉയർച്ചയും പുരോഗതിയും ഉണ്ടാകാം. ദുർജനങ്ങളുമായിട്ടുള്ള എല്ലാ സമ്പർക്കവും ഒഴിവാക്കപ്പെടുന്നു. അതിനാൽ ഐശ്വര്യം ഉണ്ടാകുന്നു. മാറാതിരുന്ന അതായത് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിക്കൊണ്ടിരുന്ന ഉദര രോഗം, വയറിനെ സംബന്ധിച്ചുള്ള രോഗങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. ചില ദോഷങ്ങൾ കുടുംബത്തിൽ ഉണ്ടായിരുന്നത്, അതായത് ശത്രുദോഷം, ആഭിചാര ദോഷം എന്നിവയെല്ലാം മാറിക്കിട്ടുന്നു. 2026 ജൂൺ മാസം 2-ാം തീയതി ഗുരു കർക്കിടക രാശിയിലേക്ക് സംക്രമിക്കുന്നതിനാൽ ദോഷങ്ങൾ ധാരാളം മാറി ഗുണഫലങ്ങൾ ലഭിക്കുന്നു. വിദേശത്തേക്ക് പോകാനും അവിടെ തൊഴിൽ ചെയ്യാനും സാധിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനം ലഭ്യമാകുന്നു. നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും മറ്റുള്ളവർക്കും ഏറെ ഗുണങ്ങൾ ലഭിക്കുന്നു. നിങ്ങളെ ആശ്രയിക്കുന്ന, അതായത് നിങ്ങളെ കൊണ്ട് ജീവിക്കുന്ന നിങ്ങളുടെ തൊഴിലാളികൾക്ക് മറ്റുള്ളവർക്കെല്ലാം ഏറെ ഗുണം കിട്ടുന്നു. ഉദ്യോഗസ്ഥർക്കും പൊതുപ്രവർത്തകർക്കും സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന ഭയം മാറിക്കിട്ടുന്നു. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. അകാരണമായ ഒരു ഭയം ഉണ്ടാകാം. ചില അപകടങ്ങൾ വരാതെ ശ്രദ്ധിക്കുക. സാഹസികപരമായ ഒന്നിനും ഈ രാശിക്കാർ, ഈ കൂറുകാർ മുതിരരുത്. പരാജയവും അപകടവും കാണുന്നുണ്ട്. ദുഷ്ടന്മാരുമായിട്ടുള്ള സമ്പർക്കം പൂർണ്ണമായി ഒഴിവാക്കുക. ഇനി ഈ മകരക്കൂറിൽ ഈ വരുന്ന നക്ഷത്രങ്ങളുടെ പ്രായത്തിനനുസരിച്ചാണ് പറയുന്നത്. 10 വയസ്സ് വരെയുള്ള ഉത്രാടം നക്ഷത്രക്കാർക്ക് ഒരു പരിധിവരെ നല്ല സമയമാണ്. കുടുംബത്തിൽ ധനം വരാം. വസ്തുവകകളോ വീടോ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. പുതിയ വീട്ടിൽ താമസമാകാം. ചിലർക്ക് ആസ്മ, ചില കുട്ടികൾക്ക് ആസ്മ, ശ്വാസം മുട്ടൽ പോലുള്ള അസുഖങ്ങൾ വരാം. കുടുംബത്തിലൊരു വാഹനം വാങ്ങുന്നതിനും സാധിക്കുന്നു. ആഭരണങ്ങൾ സ്വർണമോ വെള്ളിയോ ആയി ലഭിക്കുന്നതിനും ഉള്ളൊരു യോഗം കാണുന്നുണ്ട്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെ ഉള്ളവർക്ക് ഇവരിൽ ചിലർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. ചില രോഗങ്ങൾ വന്നേക്കാം. ചതി, വഞ്ചന ഇവ മൂലം ചില കാര്യങ്ങളെല്ലാം മോശത്തിലായിട്ട് വരാം, പഴി കേൾക്കേണ്ടതായിട്ട് വരാം. അശ്രദ്ധയും മോശ കൂട്ടുകെട്ടുകൾ നിമിത്തം ചില പോലീസ് കേസുകൾ, പരാതി വരാൻ സാധ്യതയുള്ളതിനാൽ ഈ പ്രായത്തിൽ ഈ കുട്ടിയെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പുണ്യപ്പെട്ട തീർത്ഥങ്ങളിൽ കുളിക്കുന്നതിനുള്ള ഒരു ഭാഗ്യം കാണുന്നു. ചില അസുഖങ്ങൾ ഉണ്ടാകാം. അന്യദേശത്തേക്ക് പോകുന്നതിനും അവിടെ ചെന്ന് താമസിക്കുന്നതിനും ഒരു സാധ്യതയുണ്ട്. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് ധനനാശം കാണുന്നു. അതിനാൽ സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പല ആപത്തുകളും ഉണ്ടാകാം. മാനസിക സംഘർഷം വരുന്നതിനൊരു സാധ്യതയുണ്ട്. മയക്കുമരുന്നിനും മദ്യത്തിനൊക്കെ അടിമയാകാനും ഒരു സാധ്യത കാണുന്നു. ശ്രദ്ധിച്ചാൽ പഠിത്തം കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് യോഗം കാണുന്നുണ്ട്. വാഹനം വാങ്ങുന്നതിന് ഒരു ഭാഗ്യമുണ്ട്. അതുപോലെ വിവാഹം നടക്കാം. സന്താന ഭാഗ്യവും കാണുന്നുണ്ട്. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളവർക്ക് മുൻകാലങ്ങളിൽ ഞാൻ പറഞ്ഞതുപോലെ ആ സമയത്ത് അച്ചടക്ക ജീവിതം പാലിച്ചവർക്ക്, സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കവും മറ്റുള്ള അച്ചടക്കവും പാലിച്ചവർക്ക് ഈ സമയം വളരെ നല്ല കാലഘട്ടമാണ്. അവർക്ക് കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒന്നുമില്ലാതെ സുഖമായി ജീവിക്കാൻ സാധിക്കുന്നു.
ബുദ്ധിക്ക് അവർക്ക് ഒന്നുകൂടി സ്ഥിരത വർദ്ധിക്കുന്നു. തൊഴിൽ സംബന്ധമായി പുരോഗതി അവർക്ക് ലഭിക്കുന്നു. സാമ്പത്തിക സ്ഥിരത അവർക്കുണ്ടാകുന്നു. സ്ഥിരം ഒരു സാമ്പത്തിക സ്ഥിരത അവർക്ക് വരുന്നു. ഭൂമിപരമായ സ്വത്തുക്കൾ അവർക്ക് ലഭിക്കുന്നു. അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ശത്രുക്കളുടെ ഉപദ്രവം കാരണം തൊഴിൽ പ്രശ്നം വരാതെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയത്ത്. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ള ഉത്രാടം നക്ഷത്രക്കാർക്ക് നല്ലതും മോശവും മനസ്സിലാക്കി വേണം ജീവിക്കാൻ. ഈ സമയത്ത് സൂക്ഷിച്ചില്ലെങ്കിൽ അപമാനം വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചിരിച്ച് കാണിക്കുന്ന എല്ലാവരും നിങ്ങളെ നല്ലതാക്കാൻ വേണ്ടിയാണെന്ന് വിചാരിക്കരുത്. മാനഹാനിയൊക്കെ വരാനൊരു സാധ്യത കാണുന്നതിനാലാണ് പറഞ്ഞത്. ചെയ്യാത്ത തെറ്റിനും പഴി കേൾക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വരാം. ഇതിലൊരു അശ്രദ്ധ കാണിച്ചാൽ നിങ്ങൾക്ക് പോലീസ് പരാതി, കോടതി കേസൊക്കെ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ദമ്പതിമാർ ആരെങ്കിലും ഒരാൾ വിദേശത്തേക്ക് പോകേണ്ട ഒരു സാധ്യതയുണ്ട്. അവിടെ ഒരു സെപ്പറേഷനും കാണുന്നുണ്ട്. ആഗ്രഹങ്ങളെല്ലാം ആകാശ കോട്ട കെട്ടിയതുപോലെ തകർന്നു വീഴുന്ന ഒരു ഇതായിട്ടാണ് കാണുന്നത്. അത് എങ്ങനെയെന്നാൽ സാമ്പത്തികമായി നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഈ വയസ്സുകാലങ്ങളിൽ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുന്നെങ്കിൽ അതിനെപ്പറ്റി പഠിച്ചതിന് ശേഷം തുടങ്ങുക. പഠിക്കാണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ വൻപിച്ച സാമ്പത്തിക നഷ്ടം ഉണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധിയും പല നേട്ടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. 70 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മിക്കവാറും നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. രോഗപീഠ ഉണ്ടാവാം. എന്നിരുന്നാലും ധനത്തിനും ധാന്യങ്ങൾക്കും യാതൊരു കുറവും വരാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. മുൻപത്തെ സ്നേഹിതന്മാരെ, അതായത് ബാല്യകാലത്തും കൗമാരകാലത്തുള്ള സ്നേഹിതന്മാരെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു. അവരെ കാണാൻ സാധിക്കുന്നു. അവരുമായിട്ട് നല്ല നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്നു. ഇതിൽ ചില ഗവേഷണപരമായിട്ട് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനാൽ ആ ഗവേഷണങ്ങൾക്ക് അവർക്ക് പൂർത്തിയായി അതിന് അവർക്ക് ധാരാളം അവാർഡുകളും അംഗീകാരങ്ങളും ലഭിക്കുന്നതിനുള്ള ഭാഗ്യവും കൂടി ഇതിൽ ചില ഉത്രാട നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. അടുത്ത് തിരുവോണ നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 8 വയസ്സ് വരെയുള്ള തിരുവോണ നക്ഷത്രക്കാർക്ക് ചെറിയ രീതിയിലുള്ള ഒരു സർജറി നടക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. രോഗങ്ങൾ ശല്യപ്പെടുത്താം. അതുപോലെ ശ്വാസം മുട്ടൽ, അലർജി, കഫത്തിൻ്റെ ഉപദ്രവം വരുന്നതിനൊരു സാധ്യതയുണ്ട്. രക്തത്തിൽ അണുബാധ വരാനും ചിലർക്ക് സാധ്യത കാണുന്നുണ്ട്. അച്ഛനും അമ്മയും തമ്മിൽ വഴക്കുകൂടി പിണങ്ങി മാറി താമസിക്കുന്നതിനും ഒരു സാധ്യതയുണ്ട്. അഗ്നിയിൽ നിന്നോ വൈദ്യുതിയിൽ നിന്നോ പൊള്ളലേൽക്കേണ്ട ഒരു സാധ്യത കാണുന്നതിനാൽ അതൊന്ന് ശ്രദ്ധിക്കുക. ചിലർക്ക് മേലധികാരികളിൽ നിന്നും ഏറെ ഗുണം ലഭിക്കാം. ഈ കുട്ടിയുടെ വീട്ടുകാർക്ക് അവരുടെ മേലധികാരികളിൽ നിന്ന് അവർക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുന്നതിനും പുണ്യപ്പെട്ട ദേവാലയങ്ങൾ സന്ദർശിക്കുന്നതിനും അവിടെ ദർശിക്കുന്നതിനും എല്ലാവർക്കൊരു ഭാഗ്യം അവർക്കുണ്ട്. 8 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ള തിരുവോണ നക്ഷത്രക്കാർക്ക് ധർമ്മകാര്യങ്ങൾ മുടക്കം വരാതെ കൊണ്ടുപോകേണ്ടതാണ് ബന്ധുക്കൾ. അതുപോലെ തന്നെ ദൂരദേശത്തേക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വരാം. എല്ലാവരുമായി കലഹം വരുന്നതിനൊരു സാധ്യതയുണ്ട്. ഈ കുട്ടിയുടെ വീട്ടുകാരും കുട്ടികളൊക്കെ ഒരു മറ്റുള്ളവരായിട്ട് വഴക്ക് വരാനായിട്ട് ഒരു സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ അതൊരു അടിപിടി കേസാവാം. പിന്നെ പോലീസ് അങ്ങനെയൊക്കെയുള്ള കേസുകളൊക്കെ വരുന്നതിനൊരു സാധ്യതയുണ്ട്. കോടതി നടപടിയിലും വന്നേക്കാം. അതുപോലെ തന്നെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വിദ്യാഭ്യാസം മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസം, വളരെ ഉയർന്ന വിദ്യാഭ്യാസം നേടുന്നതിനും ഇതിൽ ചിലർക്ക് ഭാഗ്യമുണ്ട്. ചിലർക്ക് ഈ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം നടക്കുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. ചിലർക്ക് വിദേശത്തേക്ക് ജോലി കിട്ടി അങ്ങോട്ടേക്ക് ജോലിക്ക് പോകുന്നതിനും ഒരു ഭാഗ്യം കാണുന്നുണ്ട്. 26 വയസ്സ് മുതൽ 42 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതുവരെ അനുഭവിച്ച എല്ലാ ദുരിതങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും അവർക്ക് പരിഹാരമായി അവർക്ക് ഏറെ ഗുണങ്ങൾ അവർക്ക് ലഭിക്കുന്നു. സാമ്പത്തികമായും അല്ലാതെയും ഗുണങ്ങൾ ലഭിക്കുന്നു. വിവാഹം നടക്കാം. നല്ല സ്വഭാവമുള്ള ഇണയെ കണ്ടുപിടിച്ച് അവർക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുന്നു. അതുപോലെ നല്ല മിത്രങ്ങളുണ്ടാകാം. ആരോഗ്യം നല്ല രീതിയിലായിരിക്കും. ശത്രുക്കളുടെ ശല്യങ്ങൾ നിങ്ങൾക്ക് ഗുണകരമായി വരാനൊരു ഭാഗ്യമുണ്ട്. ശത്രുക്കളെ നിങ്ങളെ ശല്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗുണകരമായി വന്നേക്കാം. അതൊരു വലിയൊരു കാര്യമാണത്. സന്താന ഭാഗ്യവും നിങ്ങൾക്കുണ്ടാകുന്നു. അന്യരിൽ നിന്നും പ്രതീക്ഷിക്കാത്ത സഹായം ലഭിക്കുന്നു. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ചില ആൾക്കാരിൽ നിന്ന് നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നു. ധനപരമായി ധാരാളം സമ്പാദിക്കാൻ പറ്റിയ ഒരു സമയമാണ്. അതുകൊണ്ട് നിക്ഷേപങ്ങളിലും നടത്താൻ സാധിക്കുന്നു.
42 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ളവർക്ക് ചില അപവാദങ്ങൾ കേൾക്കേണ്ടി വരാം. ചെയ്യാത്ത കാര്യത്തിന് പരാതി കേൾക്കേണ്ടി വരാം. അശ്രദ്ധ കാണിച്ചാൽ പോലീസ് പരാതി ഒക്കെ ഉണ്ടാകാം. സ്വന്തം നാട്ടിൽ നിന്ന് അന്യദേശത്തേക്ക് പോകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ധനസമ്പാദനത്തിൽ ഒരു മാന്ദ്യം വരുന്നതിനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് ഒരു സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ആരും സഹായത്തിനില്ലാത്തൊരവസ്ഥ വരാനും ഒരു സാധ്യതയുണ്ട്. മിത്രങ്ങൾ ചിലപ്പോൾ ശത്രുക്കളാകാം. അതുപോലെ തന്നെ ധാന്യങ്ങൾക്കും ധനത്തിനും കുറവ് വരുമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ദമ്പതിമാർ തമ്മിൽ അകന്ന് താമസിക്കുന്നതിന് ഒരു വേർപാട് ഇവിടെ കാണുന്നുണ്ട്. അതായത് ഒരു അകൽച്ച കാണുന്നുണ്ട്. ചിലപ്പോൾ വിദേശത്തൊക്കെ ജോലിക്കായിരിക്കാം. സമൂഹത്തിൽ അംഗീകരിക്കാനുള്ള ഒരു വ്യക്തിയായി മാറുന്നു. നിങ്ങൾ അവസാനം നല്ലൊരു വ്യക്തിയായി മാറുന്നു. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടിയൊരു വ്യക്തിയാകുന്നു. ധനത്തിന് ധാരാളം അഭിവൃദ്ധി ഉണ്ടാകുന്നു. കാര്യങ്ങൾ തടസ്സമില്ലാതെ നടന്നു പോകുന്നതിനും യോഗം കാണുന്നുണ്ട്. 61 വയസ്സ് മുതൽ 78 വയസ്സ് വരെയുള്ളവർക്ക് കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച എല്ലാ ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും പരിഹാരങ്ങൾക്കും അവർക്ക് വളരെയധികം ഒരു ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണിത്. ധാന്യാദികളും മനസ്സമാധാനവും ശരീരസുഖവും മറ്റ് ഐശ്വര്യങ്ങളും ധാരാളം ലഭിക്കുന്നു. രോഗങ്ങളുണ്ടെങ്കിൽ അതിന് വളരെയധികം ആശ്വാസം ലഭിക്കുന്നു. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. വാഹനം സ്വന്തമാക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒരു വാഹനം അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നു. ഈശ്വര ആനുകൂല്യവും പ്രസാദവും ലഭിക്കുന്ന ഒരു സമയവും കൂടിയാണിത് അവർക്ക്. അടുത്ത് അവിട്ടം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. അവിട്ടം നക്ഷത്രക്കാർക്ക് 18 വയസ്സ് വരെയുള്ള അവിട്ടം നക്ഷത്രക്കാർക്ക് ചിലർക്ക് കുടുംബത്തിൽ ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ വിഷജന്തുക്കളിൽ നിന്നും വിഷവസ്തുക്കളിൽ നിന്നും കുറച്ച് അകന്ന് നിൽക്കുന്നത് വളരെ നല്ലതായിരിക്കും. കുട്ടി ഈ സമയത്ത് കുടുംബത്തിൽ ഒരു വാഹനം അവർക്ക് ലഭിക്കുന്നതിനുള്ളൊരു ഭാഗ്യം കാണുന്നുണ്ട്. എല്ലാത്തിനോടും ഒരു ഭയം വരാം കുട്ടിക്ക്. നാട്ടിൽ നിന്നും അന്യദേശത്തേക്ക് താമസം മാറാനും ഒരു യോഗം കാണുന്നുണ്ട്. ഈ സമയം ഒരു ചതി പറ്റാം. ഈ കുട്ടികളുടെ അച്ഛനും അമ്മയ്ക്കും കുട്ടിക്കൊക്കെ ഒരു ചതി പറ്റാം. ആ ഒരു 18 വയസ്സ് 18 വയസ്സ് ആകുന്ന ആ സമയത്ത് ഒരു ചതി പറ്റേണ്ട ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരുടെയും മോഹന വാഗ്ദാനങ്ങളിൽ കുടുങ്ങി നിങ്ങൾ ആപത്തിൽ ചെന്ന് ചാടരുത്. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെയുള്ള അവിട്ടം നക്ഷത്രക്കാർക്ക് ഉയർന്ന വിദ്യാഭ്യാസവും പ്രതീക്ഷിച്ച ഒരു നല്ല തൊഴിലും അവർക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് ഒരു ഉയർന്ന സാമ്പത്തികം അവർക്ക് ഉണ്ടാകാൻ സാധിക്കുന്നു. ജീവിതശൈലി വളരെ നല്ല രീതിയിലുള്ളൊരു ജീവിതശൈലി കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നു. വിവാഹം നടക്കാം. സന്താന ഭാഗ്യം ഉണ്ടാകാം. നല്ല മിത്രങ്ങളെ ലഭിക്കാം. അതുപോലെ സ്വപ്നമായ ഒരു പുതിയ വാഹനം വാങ്ങുന്നതിന് അവർക്ക് ഭാഗ്യമുണ്ട്. അതുപോലെ വീട് വയ്ക്കുന്നതിനോ വീട് വാങ്ങുന്നതിനും അവർക്ക് ഭാഗ്യമുണ്ട്. അവർ ചെയ്യുന്ന തൊഴിലിൽ വളരെയധികം ഉയർച്ചയും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അടുത്ത 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെയുള്ള അവിട്ടം നക്ഷത്രക്കാർക്ക് ചിലർക്ക് ചെയ്യാത്ത തെറ്റിന് പഴി കേൾക്കേണ്ടതായിട്ട് വരാം. ചില പരാതികളും കള്ളക്കേസുകളൊക്കെ നിങ്ങൾക്കെതിരെ കൊടുത്തിരിക്കുക. എങ്കിലും നിങ്ങൾക്ക് തന്നെ ആയിരിക്കും അതിൻ്റെ വിജയം വരുന്നത്. അതുപോലെ ഇതിൽ ദമ്പതിമാർ ആരെങ്കിലും ഒരാൾ കുറച്ചു കാലം മാറി നിൽക്കേണ്ട ഒരു സാധ്യതയുണ്ട്. ജോലി സംബന്ധമായിട്ടൊക്കെ ആകാനുള്ളൊരു സാധ്യതയാണ്. വിദേശത്ത് പോയി അവിടെ താമസിക്കുന്നതിനൊരു സാധ്യതയുണ്ട്. അതുപോലെ തൊഴിലിൽ വളരെയധികം ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയമാണെങ്കിലും തൊഴിലിൽ അധ്വാനം വളരെ കൂടിയിരിക്കുന്ന ഒരു സമയവും കൂടിയാണ്. അത് ചിലപ്പം നിങ്ങളുടെ മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ലീവായതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ 2-3 കമ്പനിയുടെ ചാർജ് നിങ്ങൾക്ക് വരുന്നത് കൊണ്ടോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു അധ്വാനം കൂടുതലായിരിക്കാം. അശ്രദ്ധ കാണിച്ചാൽ തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇവിടെ ഒരു വിട്ടുവീഴ്ച ഇല്ലാതെ വേണം തൊഴിൽ ചെയ്യാനായിട്ട്. എന്തെങ്കിലും രീതിയിലൊരു പിഴവ് നിങ്ങളുടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ തൊഴിലിനെ ബാധിക്കും. ആയതിനാൽ തൊഴിലിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് മുൻകാലങ്ങളിലെ എല്ലാ ആപത്തുകളും കഷ്ടകാലങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. ആഗ്രഹിക്കുന്ന മനസ്സമാധാനവും അതുപോലെ തന്നെ ശരീരസുഖവും സന്തോഷവും എല്ലാം കിട്ടുന്നൊരു സമയമാണ്. ബുദ്ധിയുടെ ഗതി വളരെ നല്ല രീതിയിൽ നേരെ പോകുന്നു. അവർക്ക് ഡിപ്രഷൻ മുതലായ മനോവിചാരങ്ങൾ മാറിക്കിട്ടുന്നു. ഉത്തമമായ വാഹനങ്ങൾ, വീട് എന്നിവ അവർക്ക് ലഭിക്കുന്നതിന് ഭാഗ്യമുണ്ട്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ചെറിയ ചെറിയ രോഗങ്ങൾ വരുമെങ്കിൽ അതൊന്നും വലിയ കാര്യമായി വരുന്നില്ല. 70 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക്
അവർക്ക് 70 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് പുത്രനും പുത്രിക്കും ചില രോഗങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചതിവിലും വഞ്ചനയിലും നിങ്ങൾ അകപ്പെടാണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ധനനാശം വരാം. ധനകാര്യ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ആവശ്യത്തിന് തിരികെ ലഭിക്കാത്തൊരു അവസ്ഥ വരാം. നല്ല സ്ഥാപനങ്ങളാണെങ്കിൽ ആ പൈസ തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. 77 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ബന്ധുക്കൾ നിങ്ങളുടെ വീട്ടിൽ ഒത്തുചേരുന്നതിനും ജന്മനാൾ പൂജകളും ആഘോഷങ്ങളും നടത്തുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. സമ്പത്തും മറ്റെല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാകും. പൊതുവെ മനസമാധാനം ലഭിക്കാം. സാമ്പത്തിക പ്രശ്നമൊന്നും വരുന്നില്ല. ശാരീരിക സുഖവും ലഭിക്കാം. ഇവിടെ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ പൂജപരമായുള്ള കാര്യങ്ങൾക്ക് ഫോണിലോ വാട്സപ്പിലോ എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഈ വരുന്ന ജൂൺ മാസത്തിൽ നിങ്ങൾക്ക് സർവ്വവിധ സുഖസമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.